പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ കണ്ണീർ വാതകം മുതൽ റബ്ബർ ബുള്ളറ്റ് വരെയാണ് പോലീസ് പ്രയോഗിച്ചത്. പോലീസ് നടപടിയിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റു. നിലവിൽ സമാധാനപരമാണ് ശംഭു അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം. അതേസമയം കനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പോലീസും കർഷകരും തമ്മിൽ മണിക്കൂറുകളോളം ഏറ്റുമുട്ടിയ ശംഭു അതിർത്തിയാണിത്. ഇന്ന് പൊതുവെ സമാധാനപരമാണ് സാഹചര്യം. ഇന്നലെ കർഷകർ ഈ സ്ഥലത്തായിരുന്നു തമ്പടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചത്. അതിനുശേഷം വലിയ തരത്തിലൊരു സംഘർഷം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഏതാണ്ട് 11 മണിക്ക് പോലീസ് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചത്. പിന്നീട് വൈകിട്ട് 7 മണി വരെ കർഷകർക്ക് നേരെ തുടരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പൊതുവെ സമാധാനപരമാണ് അവസ്ഥ. തൊട്ടപ്പുറമുള്ള ഹരിയാനയിൽ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിരിക്കുകയാണ്. JCB-കൾ നിലയുറപ്പിച്ചും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചും മുള്ളുവേലി സ്ഥാപിച്ചുമാണ് പോലീസിന്റെ നടപടി. ഇന്നലെ വ്യാപകമായ നിലയിൽ തന്നെ വലിയ തരത്തിൽ കണ്ണീർ വാതക ഷെല്ലുകൾ കർഷകർ നേരെ പ്രയോഗിച്ചിരുന്നു. എന്തായാലും കർഷകരെ മുന്നോട്ടേക്ക് പോകുവാൻ അനുവദിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പൊതുവെ ഇന്ന് ശംഭുവിലും കനൌരിയിലും സമാധാനപരമാണ് അവസ്ഥയെങ്കിലും കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധം, ഇന്നലെ കനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നെന്തായാലും വിവിധ പ്രതിഷേധ പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. BJP നേതാക്കളുടെ വസതികളിലേക്ക് ട്രാക്ടർ മാർച്ച്, അതോടൊപ്പം തന്നെ റോഡ് തടയൽ അടക്കമുള്ള സമരങ്ങൾ എന്തായാലും കർഷക സംഘടനകൾ ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചില കർഷകർക്കടക്കം പരിക്കേറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭയ്യ ये क्या हो गया? ये कल यहाँ पर चलाए रबड़ बुलेट, इन्होंने अथरू गैस के गोले चलाए, तब एक लग गया रबड़ बुलेट यहाँ पर हमारे, गैस में हो गई। कैसे हो गया? कल यहाँ पंजाब के इलाके में खड़ा था मैं, तो उधर तो गया ही नहीं, उधर से वो छोड़े रबड़ बुलेट तो वो लग गया हमारे। ये रबर बुलेट ये रबड़ बुलेट है। ये इतना नोकीला हिट करता है जब इसके पैर पर जख्म हो गया। ਇਹਦਾ ਬਾਹਲੇ ਛੱਡਿਆ ਸਾਡੇ ਤੇ ਇੱਥੇ ਕਿੰਨੇ ਹੀ ਫਿਰਦੇ ਹੋਣਗੇ, ਅਜੇ ਹੋਰ ਵੀ ਪਏ ਹੋਣਗੇ। ਇਹ ਅਣਗਿਣਤ ਲੋਕਾਂ ਦੇ ਮਾਰੇ, ਕਿਸੇ ਦਾ ਸਿਰ ਪਾੜਦਾ, ਕਿਸੇ ਦੀ ਲੱਤ ਬਾਂਹ ਮੂੰਹ, ਬਥੇਰਿਆਂ ਦੇ ਨੁਕਸਾਨ ਕੀਤਾ ਇਹਨਾਂ ਨੇ। ਨਾਲੇ ਅਸੀਂ ਖੜੇ ਵੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ 'ਚ, ਇਹ ਡਰੋਨ ਨਾਲ ਉਹ ਉੱਥੋਂ ਤੱਕ ਹੁੰਦੇ ਸੀ, ਸਟੇਜ ਜਿੱਥੇ ਲੱਗੀ ਸੀ, ਸਟੇਜ ਦੇ ਉੱਤੇ ਅਥਰੂ ਗੈਸ ਸਿੱਟਦੇ ਹੀ ਡਰੋਨ ਨਾਲ। ਤੇ ਨਾਲੇ ਭਗਵੰਤ ਮਾਨ ਸਰਕਾਰ ਕਹਿੰਦੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ 'ਚ ਡਰੋਨ ਨਾਲ ਸਿੱਟ ਨਹੀਂ ਸਕਦੇ, ਇਹ ਫਿਰ ਵੀ ਪੰਜਾਬ ਦੇ ਇਲਾਕੇ 'ਚ ਆ ਸਿੱਟ ਕੇ ਗਏ। കനൌരിക്ക് പുറമെ ശംഭുവിലും വ്യാപകമായ ബുള്ളറ്റ് ആക്രമണം നടന്നു എന്ന് തന്നെയാണ് ഈ കർഷകരെല്ലാം തന്നെ പറയുന്നത്. കർഷകന്റെ കയ്യിൽ റബ്ബർ ബുള്ളറ്റിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കാണാം. വലിയ തരത്തിലുള്ള ടിയർ ഗ്യാസിന്റെ അവശിഷ്ടങ്ങളും ഈ സ്ഥലത്ത് ശംഭു അതിർത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഈ കർഷകർക്കിടയിൽ എന്തായാലും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കർഷകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് തൽക്കാലം സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചാണ് ഇപ്പോൾ സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ കർഷക സംഘടനകൾ യോഗം ചേർന്നാകും ഭാവി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക. ഇവിടെ ഈ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ കണ്ണീർ വാതക ഷെല്ലിന്റെ അടക്കം തന്നെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരത്തിൽ ആണ് ഇപ്പോൾ ശംഭുവിലെ സാഹചര്യം. കനൌരിയിലും സമാനമാണ്. ഇന്നത്തെ സ്ഥിതി ശാന്തമാണ്, സമാധാനപരമാണ്. അതേസമയം നാളെ ഇന്നത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ സഹകരിക്കേണ്ടതെല്ലാം തീരുമാനിച്ച സാഹചര്യത്തിൽ കർഷകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. ജിനു സാറ യൂട്യൂബിലൂടെ ഒരു കാര്യം ചോദിക്കുന്നു. ഗുഡ് മോർണിംഗ് ജിനു. മാംഗ്ലൂർ വരെ വന്ദേ ഭാരത് ട്രെയിൻ റണ്ണിങ് തുടങ്ങുന്നുവെന്ന് കേട്ടു. ശരിയാണ്. ഇന്നലെയാണ് ആ ഉത്തരവ് റെയിൽവേ ബോർഡ് അറിയിച്ചത് നിങ്ങൾക്ക്. അതായത് ആലപ്പുഴ വഴി പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ മംഗലാപുരം വരെ നീട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് പുതിയ യാത്രക്കാർക്ക് സഹായകരമാകും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ മറ്റൊരു സുഹൃത്ത് ചോദിക്കുന്നു, ശ്യാമ ചോദിക്കുന്നു, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ശ്യാമ ചോദിക്കുന്നു, കൂടത്തായി പരമ്പരയുടെ സമയം ഫ്ലവേഴ്സിൽ മാറ്റാൻ പറ്റുമോ? 10:30 ഇപ്പോൾ കൂടത്തായി സംപ്രേഷണം ചെയ്യുന്നത്. തൽക്കാലം അതിൻ്റെ സമയം മാറ്റുക നിർവാഹമില്ല. മറ്റുള്ള ടൈറ്റാണ് ഈ പ്രൈം ടൈമിലെ പരിപാടികൾ എന്നുള്ളത് കൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഈ പരമ്പര തീർന്നു പോവുകയും ചെയ്യും.